സ്വന്തം ശരീരത്തിൽ സ്വയം സർജറി ചെയ്ത ഡോക്ടർ. അതെ, അദ്ദേഹമാണ് ലിയോനിഡ് റൊഗോസോവ്. ഇതൊരിക്കലും കെട്ടുകഥയല്ല, യഥാർത്ഥ ചരിത്രമാണ്. അന്ന് 1961 ഫെബ്രുവരി, സോവിയറ്റ് യൂണിയന്റെ അന്റാർട്ടിക്കയിലേക്കുള്ള 6ാമത്തെ പര്യവേഷണ സമയം. ഷിർമാക്കർ ഒയാസിസിൽ ഒരു പുതിയ ബേസ് നിർമ്മിക്കുകയായിരുന്നു ആ 12 അംഗ സംഘത്തിന്റെ നിയോഗം. ടീമിലെ ഒരേയൊരു ഡോക്ടറായിരുന്നു ലിയോനിഡ് റൊഗോസോവ്. വയസ്സ് 27, പ്രശസ്തനായ സർജൻ. ഏപ്രിൽ മാസത്തോടെ ശൈത്യം കഠിനമായി. ലിയോനിഡിന് പെട്ടെന്നൊരു വയറുവേദനയും ഓക്കാനവും. കഠിനമായ വേദന സഹിക്കാവുന്നതിലും അപ്പുറമായി. തനിക്ക് അക്യൂട്ട് അപ്പൻഡിക്സ് ആണെന്ന് പ്രഗത്ഭനായ സർജൻ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അടിയന്തര മെഡിക്കൽ സഹായം ലഭിച്ചില്ലെങ്കിൽ അപ്പൻഡിക്സ് വയറിനകത്ത് വെച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് അയാളെ മരണത്തിലേക്ക് നയിക്കും. പുറത്തുനിന്നും സഹായം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. റഷ്യയിലേക്ക് പോകണമെങ്കിൽ 36 ദിവസത്തെ കടൽ യാത്ര വേണം. അതിനുവേണ്ടിയുള്ള കപ്പൽ അടുത്ത വർഷമേ വരികയുള്ളൂ. കടുത്ത മഞ്ഞുവീഴ്ച മൂലം വിമാനയാത്രയും അസാധ്യം. ലിയോനിഡ് റൊഗോസോവ് ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിമിഷങ്ങൾ അനുഭവിച്ചറിഞ്ഞു. കോൾഡ് വാറിന്റെ കാലമാണ്. ദൗത്യത്തിന്റെ പരാജയം രാജ്യത്തിന്റെ പരാജയമായി കണക്കുകൂട്ടുന്ന കാലം. എത്രയോ അപ്പൻഡിക്സ് സർജറി നടത്തിയതാണ് താൻ. ലക്ഷണങ്ങൾ കടുത്തപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു, ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ സ്വയം സർജറി നടത്തുക. പക്ഷേ എങ്ങനെ? അയാൾ കമാൻഡറോട് അനുവാദം ചോദിച്ചു. മിഷൻ വിജയിക്കണമെന്ന് മാത്രം മോഹമുള്ള അയാൾ അനുവാദം നൽകിയെന്ന് മാത്രമല്ല, സംഘത്തിലെ മിടുക്കരായ 2 പേരെ സർജറിയിൽ സഹായിക്കാനായി ചുമതലപ്പെടുത്തുക കൂടി ചെയ്തു. മരണത്തെക്കാൾ ഭേദം സ്വയം സർജറിയാണെന്ന് തിരിച്ചറിഞ്ഞ ലിയോനിഡ് സ്വയം സർജറി ചെയ്യാൻ സജ്ജമായി. അദ്ദേഹം പറയുന്നു, എനിക്ക് തലേന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. വീശിയടിക്കുന്ന ശീതക്കാറ്റിന്റെ മാരകമായ തണുപ്പിൽ ഞാൻ തീരുമാനിച്ചു, കൈ കെട്ടി നിന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ കൈകൊണ്ട് തന്നെ വയറു തുറന്ന് കുടൽമാല പുറത്തെടുത്ത് ആ നാശം പിടിച്ച സാധനത്തെ അറുത്തു മാറ്റണമെന്ന്. തന്റെ സഹായികളെ വിളിച്ച് ആവശ്യമായ സർജറി ഉപകരണങ്ങളും വലിയൊരു കണ്ണാടിയും നൽകി. ലോക്കൽ അനസ്തേഷ്യ തന്റെ വയറിന്റെ ഭാഗത്ത് സ്വയം കുത്തിവെച്ചു. അനന്തരം ഓപ്പറേഷൻ ബ്ലേഡ് കൊണ്ട് വയറ് സ്വന്തമായി കയറി. രക്തം പുഴ പോലെ ഒഴുകി. പ്രഗത്ഭനായ ആ സർജൻ മറ്റൊരാൾക്ക് സർജറി ചെയ്യുന്നത് പോലെ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നോക്കി തന്റെ കുടൽമാല എടുത്ത് പുറത്തു വെച്ചു. അയാൾക്ക് കൈകൾ തളർന്നു പോകുന്നതായി തോന്നി. സഹായിയോട് അങ്ങനെ സംഭവിച്ചാൽ അഡ്രിനാലിൻ എങ്ങനെ ഇഞ്ചക്ട് ചെയ്യണമെന്നും മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ കുറിച്ചും പെട്ടെന്നൊരു ബ്രീഫിംഗ് നടത്തി. കണ്ണാടിയിലെ വശം തിരിഞ്ഞ കുടലിന്റെ കാഴ്ച അയാളുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ അയാൾ കയ്യിലെ ഗ്ലൗസ് ഊരിമാറ്റി. സ്പർശനത്തിലൂടെ അവയവങ്ങൾ തിരിച്ചറിഞ്ഞ് സർജറി തുടർന്നു. അയാളുടെ തല പമ്പരം കണക്കെ കറങ്ങി. കൈകൾ ഈയൽ പോലെ വിറച്ചുകൊണ്ടിരുന്നു. തന്റെ സഹായികളുടെ അപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് ലിയോനിഡ് പിന്നീട് എഴുതി, ഞാൻ അവരെ നോക്കുമ്പോൾ അവരുടെ വെളുത്ത സർജിക്കൽ വസ്ത്രത്തെക്കാളും വിളറി വെളുത്തതായിരുന്നു അവരുടെ മുഖം. എന്റെ ഹൃദയമിടിപ്പും കുറഞ്ഞു കുറഞ്ഞു വന്നു. കൈകൾ റബ്ബർ പോലെയായി. ഇത് അവസാനമാണെന്ന് ഞാൻ ഉറപ്പിച്ചു. എത്രയോ സർജറികൾ നടത്തിയ ആ മനുഷ്യൻ ഒടുവിൽ തന്റെ ആ നശിച്ച അപ്പൻഡിക്സിനെ സ്വയം വേർപെടുത്തി. കറുത്തിരുണ്ട അതിന്റെ അടിഭാഗം അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. 1-2 ദിവസം താമസിച്ചിരുന്നെങ്കിൽ അത് പൊട്ടി അയാളുടെ മരണം സംഭവിക്കുമായിരുന്നു. യുഗങ്ങളോളം നീണ്ട ആ 2 മണിക്കൂറിലെ സ്വയം സർജറി അതിന്റെ അവസാനത്തെ സ്റ്റിച്ചും സ്വന്തമായിട്ട് വിജയകരമായി പര്യവസാനിച്ചു. തന്റെ സഹായികൾക്ക് ഉപകരണങ്ങളും മുറിയും വൃത്തിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആന്റിബയോട്ടിക്കുകളും കുറച്ച് ഉറക്ക ഗുളികകളും കഴിച്ച് നീണ്ട ഉറക്കത്തിലേക്ക് വീണു. വെറും 2 ആഴ്ചത്തെ വിശ്രമത്തിന് ശേഷം 10 മടങ്ങ് വീര്യത്തോടെ ആ ധൈര്യശാലിയായ ഡോക്ടർ തന്റെ ജോലി തുടർന്നു.